അങ്ങനെ ജല്ലിക്കെട്ടെല്ലാം കണ്ട് കഴിഞ്ഞു. വിശന്ന് തളർന്ന് പണ്ടാരടങ്ങി ഞങ്ങളെല്ലാവരും കൂടി പോവാ കേട്ടോ. ഒരു 1:30 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ ജല്ലിക്കെട്ട് 1:45 ആയപ്പോൾ ജല്ലിക്കെട്ട് കണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അച്ഛൻ്റെ ചെരുപ്പെല്ലാം മിസ്സായി കേട്ടോ. എൻ്റെ കൂട്ടത്ത് എവിടെയോ ചെരുപ്പൊക്കെ പോയി. നമ്മൾ ജയ്പൂരിൽ നിന്ന് വാങ്ങിക്കൊണ്ട് കൊടുത്ത ചെരുപ്പാണ് അച്ഛൻ ഇട്ടിട്ട് വന്നത്. അച്ഛന് ഭയങ്കരമായിട്ട് ഇഷ്ടം. ഒട്ടും വെയിറ്റ് ഉണ്ടായിരുന്നില്ല, ലൈറ്റ് വെയിറ്റ് ചെരുപ്പായിരുന്നു കേട്ടോ. അതൊക്കെ പോയി. അങ്ങനെ നടന്ന് വന്നപ്പോഴേക്കും എന്തേ അവിടുത്തെ ചിപ്പിപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള സ്പെഷ്യൽ ബ്രീഡ് ഡോഗ് പോവാണ്. അച്ഛൻ്റെ പട്ടികളെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ. അതിനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ ജല്ലിക്കെട്ട് നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 2 കിലോമീറ്ററോളം നടക്കാനായിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ ഓട്ടോ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. 100 രൂപയാണെങ്കിൽ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് വീഡിയോ ഒക്കെ എടുത്ത് പതുക്കെ പതുക്കെ നടന്ന് പോകാമെന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് ഓട്ടോ വിളിക്കാത്തത്. തിരിച്ച് ഇറങ്ങിയപ്പോൾ അച്ഛന് വയ്യാത്തതുകൊണ്ട് ഓട്ടോ വിളിക്കാൻ തുടങ്ങി. അച്ഛൻ പറയും കുഴപ്പമില്ല, ഞാനിപ്പോൾ ഓക്കെയാണ്, ഓട്ടോയൊന്നും വിളിക്കേണ്ടത്, നമുക്ക് നടന്ന് പോകാമെന്ന് പറഞ്ഞാണ്. അങ്ങനെ പതിയെ പതിയെ നടന്ന് വരികയാണ്. അപ്പോൾ 1:45 ആയി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. 1:45 കഴിഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഏറ്റവും നല്ല മധുര ബിരിയാണി എവിടെ കിട്ടുമെന്നിങ്ങനെ അന്വേഷിച്ച് നടക്കുകയാണ്. ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ അതിലേറ്റവും നല്ല സ്റ്റാർ റേറ്റിംഗ് ഉള്ള ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. അങ്ങനെ അവിടേക്ക് പോകാമെന്നും പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. അത് മധുരൈ ടൗണിലാട്ടോ. അത് മധുരൈ ടൗണിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ടാണ് ഈ അളകനല്ലൂർ എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ മധുരൈ ബൺ പൊറോട്ടയൊക്കെ കഴിച്ചിട്ടുള്ളതുകൊണ്ട് പിന്നെ ഇനി അങ്ങോട്ടേക്കൊന്നും പോകണ്ടെന്ന് എഴുതി. അച്ഛനും ഊണ് മതി, അപ്പോൾ എനിക്ക് ബിരിയാണി മതി. സച്ചുവും ബിരിയാണി ഫാനാട്ടോ. ബിരിയാണി അല്ല, നോൺ വെജൊക്കെ കഴിക്കും. അപ്പോൾ സച്ചുവും ബിരിയാണി മതി. എനിക്കും സച്ചുവിനും ബിരിയാണി, ചീമയ്ക്ക് അച്ഛനും മീൽസ്, ഏട്ടന് പിന്നെ എന്തായാലും കുഴപ്പമില്ല, ബിരിയാണിയെക്കാട്ടും ഏട്ടനും മീൽസ് ആട്ടോ ഇഷ്ടം. ഞാനിപ്പോൾ കാണിച്ചില്ല, കഴുതയുടെ കാല് കെട്ടി വെച്ചേക്കാം കേട്ടോ. അതെന്തിനാണെന്ന് അറിയത്തില്ല. പാവം ഇങ്ങനെ ചാടി ചാടി നടക്കുന്നുണ്ടായിരുന്നു. തക്കാളിയൊക്കെ ഇങ്ങനെ വിൽക്കുന്നു. അയ്യോ, ഞാൻ പറഞ്ഞു വന്നത് ബിരിയാണിയുടെ കാര്യമല്ലേ, റൂട്ട് മാറിപ്പോയി. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ നിറയെ കറുത്ത ഇതിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇമയാണിത് കണ്ടത്. അത് കണ്ടപ്പോൾ ഞങ്ങൾ അച്ഛനും ഞാനും ഒക്കെ പറഞ്ഞത് കാക്കയൊക്കെ ആയിരിക്കും എന്ന് കരുതി. പക്ഷെ നോക്കിയപ്പോൾ അത് കൊക്കാട്ടോ, കറുത്ത കളറിലുള്ള കൊക്ക്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കറുത്ത കളറിലെ കൊക്ക് കാണുന്നത്. അപ്പോൾ കറുത്ത കളറിലൊക്കെ കൊക്കുണ്ടല്ലേ, അതെനിക്ക് അറിയത്തില്ലായിരുന്നു. ചീമ പറഞ്ഞപ്പോൾ ചീമയെ കളിയാക്കി കേട്ടോ. പക്ഷെ കണ്ടപ്പോൾ ഭയങ്കര ഒരു കൗതുകം തോന്നി, നല്ല ഭംഗിയുണ്ടായിരുന്നു. കൂട്ടത്തിന് വെളുത്ത കൊക്കുണ്ട്, എൻ്റെ കൂട്ടത്തിൽ വെളുത്ത കൊക്കൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ അറിഞ്ഞൂടാത്തൊരു കാര്യം കണ്ടതിൻ്റെ സന്തോഷത്തിലാണ്. അങ്ങനെ നേരെ ഞങ്ങൾ മധുരൈ ടൗൺ വന്നു. അവിടെ ഞങ്ങൾ മാപ്പിട്ട് വന്ന ആ ഒരു ബിരിയാണി കടയിലേക്ക് വന്നു. അപ്പോൾ ബിരിയാണി ഷോപ്പിൻ്റെ പേരെന്തോ ബിരിയാണി ഹെവൻ എന്നോ അങ്ങനെ എന്തോ ആണ്. അവിടെ വന്നു. ഒരു 2:30 മണിയെങ്കിലും ആവും കേട്ടോ. നല്ല ദൂരം ഉണ്ടായിരുന്നു. അങ്ങനെ അവിടേക്ക് കയറുകയാണ്. കയറിയപ്പോൾ വലിയ തിരക്കില്ലാത്തത് പോലെ തോന്നി. ഇതുകൊണ്ട് പണി കിട്ടിയോ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ് എന്നൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആ ഒരു ലുക്കൊന്നും ഉണ്ടായിരുന്നില്ല. അകത്തേക്ക് കയറിയപ്പോൾ ആൾക്കാരൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു സമാധാനമുണ്ട്. ആൾക്കാരില്ലാത്ത കടയിൽ കയറുമ്പോഴാണ് മിക്കവാറും പണി കിട്ടുന്നത്. ഈ ബിരിയാണിയുടെ റിവ്യൂ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കും നമ്മുടെ പരുത്തിപ്പാലിൻ്റെ ഇത് കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ സച്ചുമൊക്കെ പറഞ്ഞു പരുത്തിപ്പാലൂടെ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ബിരിയാണി കഴിച്ച് കഴിഞ്ഞ ശേഷം പരുത്തിപ്പാൽ കുടിക്കാമെന്ന് കരുതി. എന്നിട്ട് നമ്മൾ അന്ന് കഴിച്ച ബൺ പൊറോട്ട അവിടെ കയറി ചീമയ്ക്കും സച്ചുവിനും ബൺ പൊറോട്ട വാങ്ങിയിട്ട് പോകാമെന്ന് കരുതി പോയി. പക്ഷെ അവിടെ ബൺ പൊറോട്ട ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് പിന്നെ ബിരിയാണി മാത്രം ഞങ്ങൾ കഴിച്ചു. അപ്പോൾ മെനു നോക്കിയപ്പോൾ മീൽസ് ഉണ്ടായിരുന്നു. മെനു ചോദിച്ചപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ മീൽസ് ഇല്ല, ബിരിയാണി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഏട്ടനും എൻ്റെ അച്ഛനും കൂടി നാട്ടുകോഴി ബിരിയാണി പറഞ്ഞു. സച്ചു ഒരു മട്ടൻ ബിരിയാണി, ഞാൻ നോർമൽ ചിക്കൻ ബിരിയാണി, ചീമ ഒരു ഹൈദരാബാദി ചിക്കൻ ബിരിയാണി പറഞ്ഞു. ഏട്ടന് മട്ടൻ ബിരിയാണി ഇഷ്ടമാണ്. പക്ഷേ ഡൽഹി പോയിട്ട് ഏട്ടൻ മട്ടൻ കഴിച്ചിട്ടാണെന്ന് തോന്നുന്നു, അലർജിയാണെന്ന് തോന്നുന്നു. നിറയെ ചൊറിച്ചിലൊക്കെ വന്നു. അതുകൊണ്ട് ഒരു പേടിയുള്ളതുകൊണ്ട് ഏട്ടൻ മട്ടൻ കഴിച്ചില്ല. അങ്ങനെ സച്ചു മാത്രമേ മട്ടൻ പറഞ്ഞുള്ളൂ. ബാക്കി എല്ലാവരും ചിക്കനാണ് പറഞ്ഞത്. അച്ഛനും ഏട്ടനും കൂടി നാട്ടുകോഴി, അതായത് നാടൻ കോഴിയുടെ ബിരിയാണിയാണ് പറഞ്ഞത്. ട്രിവാൻഡ്രത്തൊന്നും നാടൻ കോഴിയുടെ ബിരിയാണി കിട്ടത്തില്ല, ഇവിടെ കിട്ടും കേട്ടോ. അങ്ങനെ അച്ഛൻ ബിരിയാണി ഇഷ്ടമില്ലാത്ത ആളാണ്. വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല, ബിരിയാണി മതി എന്ന് പറഞ്ഞങ്ങനെ ബിരിയാണി വാങ്ങിയത്. ബിരിയാണി എല്ലാം നല്ലതായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. ആ റേറ്റിംഗ് നോക്കി വന്നതിൽ ഒരു നഷ്ടം ഉണ്ടായിരുന്നില്ല. മട്ടൻ ബിരിയാണിയൊക്കെ ആ നല്ല മട്ടൻ്റെ ഫ്ലേവറും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ചീമയുടെ ആന്ധ്ര ചിക്കൻ ബിരിയാണി കിട്ടിലും ബിരിയാണി ആയിരുന്നു കേട്ടോ. ഭയങ്കര സ്പൈസി ആയിരുന്നു. പക്ഷേ ബിരിയാണി റൈസ് എല്ലാം സെയിം ആണ്, പക്ഷേ ചിക്കൻ്റെയൊക്കെ ടേസ്റ്റ് വേറെ ആയിരുന്നു. അടിപൊളി ടേസ്റ്റ്. എനിക്ക് ചീമയുടെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണിയും ആന്ധ്ര ചിക്കൻ ബിരിയാണിയും സച്ചുവിൻ്റെയും മട്ടൻ ബിരിയാണിയാണ് ഏറ്റവും ഇഷ്ടമായത്. നാട്ടുകോഴി ബിരിയാണിയും കുഴപ്പമുണ്ടായിരുന്നില്ല. സത്യം പറയാമല്ലോ, അച്ഛൻ ബിരിയാണി കഴിക്കുന്ന ആളല്ല. വീട്ടിൽ വെച്ചാൽ പോലും ചിക്കൻ്റെ പീസ് എടുത്ത് കളഞ്ഞിട്ട് കഴിക്കുന്ന അച്ഛൻ ഇന്ന് ബിരിയാണി കഴിച്ചു കേട്ടോ. അമ്മാതിരി ഇടിയും കുത്തുമല്ലേ കൊണ്ടത്. അതിൻ്റെ ക്ഷീണം മാറാനായിട്ട് അച്ഛൻ ആ ബിരിയാണി ഫുൾ കഴിച്ചു. അച്ഛൻ കഴിക്കില്ല, ബിരിയാണി ഇഷ്ടമല്ല, അച്ഛൻ അത്രയും കഴിക്കത്തുമില്ല. പക്ഷേ അച്ഛൻ ഫുള്ള് കഴിച്ചു. ബിരിയാണിയിൽ 2 പീസ് ഉണ്ടായിരുന്നു, 2 പീസും കഴിച്ചു കേട്ടോ. അതിശയം തോന്നിയൊന്നുമില്ല, ആ ഇടിയിൽ കഴിച്ചില്ലെങ്കിലേ ഉള്ളൂ അതിശയം. ബിരിയാണി അച്ഛൻ കഴിച്ചു. എനിക്ക് ബിരിയാണി പതിയാണ് കേട്ടോ വന്നത്. എൻ്റെ ബിരിയാണി നോർമൽ ബിരിയാണി ആയിരുന്നു. ഓക്കെ, എനിക്കെന്തോ ഞാൻ പറഞ്ഞില്ലേ, കഴിക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. സാധാരണഗതിയിൽ ഞാൻ കഴിക്കുന്ന വെച്ച് നോക്കുമ്പോൾ ഒന്നും കഴിച്ചില്ല. രാവിലെ കുഞ്ഞ് ദോശയുടെ ഇത് കഴിച്ചതേ ഉള്ളൂ. എന്ത് ബിരിയാണി കൊണ്ടുവച്ചിട്ട് ബിരിയാണി കഴിക്കണമെന്നുണ്ട്, പക്ഷേ എനിക്ക് കഴിക്കാനായിട്ട് തോന്നുന്നില്ല. മനസ്സിൽ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. രാവിലെ ഗീ റോസ്റ്റ് വാങ്ങിയതും മനസ്സിൽ കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങുന്നില്ല.
അങ്ങനെ ആയിപ്പോയി കേട്ടോ. എങ്കിലും ഞാൻ കഴിച്ചു, അത് വേറെ കാര്യം. പക്ഷേ ബിരിയാണി എല്ലാം നല്ലതായിരുന്നു. വേറെയും ഒരുപാട് ചൈനീസ് ഡിഷസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ചീമയുടെ ഹൈദരാബാദി ബിരിയാണിയിൽ കിടന്ന ചിക്കൻ പീസാണ്. നല്ല ഭയങ്കര സ്പൈസി ആയിരുന്നു. എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഇഷ്ടപ്പെടും കേട്ടോ. ഞാൻ അത് വാങ്ങേണ്ടതായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നി. നല്ല ബിരിയാണിയായിരുന്നു. നല്ല ആ ഒരു സ്പൈസ്നെസ്സിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവർ ഉണ്ടായിരുന്നു. എല്ലാ ബിരിയാണിയും നല്ലതായിരുന്നു. പക്ഷേ മോർ ടേസ്റ്റി എന്ന് പറയുന്നത് നമ്മുടെ മട്ടൻ ബിരിയാണി, അത് കഴിഞ്ഞിട്ട് ഈ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി. ഞാൻ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടതാണ്. പിന്നെ ചീമ കഴിച്ചില്ല, ചീമ കുറച്ച് കഴിച്ചുള്ളൂ. ചീമയ്ക്കൊന്നും ബിരിയാണി അങ്ങനെ ഇഷ്ടമല്ല, അച്ഛനും ബിരിയാണി ഒന്നും ഇഷ്ടമല്ല. പിന്നെ അവിടെ വേറെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ബിരിയാണി വാങ്ങി എന്നേ ഉള്ളൂ. അതേ കണ്ടോ, അച്ഛൻ കഴിച്ച ചിക്കൻ കാലിങ്ങനെ എടുത്ത് പൊക്കി കാണിച്ചു തരുന്നത് കണ്ടോ. അച്ഛൻ ഫുൾ കഴിച്ചു. എൻ്റെതും അവർ കഴിച്ച് തുടങ്ങിയപ്പോഴേക്കും എൻ്റെ ചിക്കൻ ബിരിയാണിയും ഇങ്ങനെ വന്നു കേട്ടോ. അതും ഒക്കെ നോർമൽ നമ്മുടെ ഇവിടെയൊക്കെ കിട്ടുന്ന ആ ഒരു അത്രയും ടേസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ കണ്ടപ്പോൾ എനിക്ക് കൊതിയാവുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് വേണമെന്നുണ്ടായിരുന്നില്ല. അതിലൊരു മുട്ടയൊക്കെ ഉണ്ടായിരുന്നു. മുട്ട ഞാൻ സച്ചിന് കൊടുത്തു. ഇവിടെ ബിരിയാണിയുടെ കൂടെ മുട്ട കഴിക്കുന്നവരാരുമില്ല. സച്ചിനാണെങ്കിൽ കഴിക്കും. സച്ചിന് മുട്ട ഭയങ്കര ഇഷ്ടമാണ്. എത്ര മുട്ട കൊടുത്താലും കഴിക്കും കേട്ടോ. സച്ചു മീനൊന്നും കഴിക്കത്തില്ല, ചിക്കനും മുട്ടയൊക്കെ കഴിക്കത്തുള്ളൂ. അപ്പോൾ സച്ചുവിന് മുട്ട കൊടുത്തിട്ട് ബാക്കി റൈസ് ഞാൻ കഴിച്ചു. സത്യമായിട്ടും ഞങ്ങളെല്ലാവരും വിശന്ന് കിറങ്ങിപ്പോയി കേട്ടോ. ഒരു 2 മണിയൊക്കെ ആവും. രാവിലെ ആ ഒരു ദോശയും കഴിച്ചുകൊണ്ട് കയറിയതല്ലേ, ഇടിയും കുത്തും വെയിലും ഒക്കെ കൊണ്ട് ഞങ്ങൾ ആകെ കിറങ്ങിപ്പോയി എല്ലാവരും. ഉള്ളിലോട്ടായതുകൊണ്ട് അവിടെയെങ്കിലും അടുത്ത് നല്ലൊരു റെസ്റ്റോറൻറ്റ് കാണാനും പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് നേരെ മധുരൈ ടൗണിൽ വന്നിട്ട് കഴിക്കാമെന്ന് പറഞ്ഞ് മധുരയിലേക്ക് വന്നത്. അപ്പോൾ അവിടെ നിന്ന് മധുരയിൽ ഒരു 1.5 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നല്ല റോഡായിരുന്നില്ല, ഇങ്ങനെ കട്ട് റൂട്ടിൽ കൂടെയൊക്കെ ഇങ്ങനെ കയറി വന്നപ്പോൾ കുറച്ചൊന്ന് ലേറ്റായി. ഫുഡ് കഴിച്ചപ്പോൾ പകുതി ആശ്വാസം കേട്ടോ. എല്ലാവരും പിന്നെ ഓരോ ജ്യൂസ് കൂടെ ഓർഡർ ചെയ്തു. അച്ഛൻ മാത്രം ജ്യൂസ് വേണ്ടാന്ന് പറഞ്ഞു. ലൈം ജ്യൂസ് കേട്ടോ ഓർഡർ ചെയ്തത്. അതുകൂടെ കുടിച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവൻ നേരെ വീണത്. ഭയങ്കര ഒരു ആശ്വാസം തോന്നി. അങ്ങനെ ലൈം ജ്യൂസും ബിരിയാണിയൊക്കെ കഴിച്ച് വയറെല്ലാം നിറങ്ങി സന്തോഷമായി. ഞാനും ബിരിയാണി ഫുള്ള് കഴിച്ചില്ല, ആ ഒരു പീസ് മാത്രമേ കഴിച്ചുള്ളൂ. ഒരു പീസും പകുതിയേ കഴിച്ചുള്ളൂ. എൻ്റെ കഴിപ്പ് വെച്ച് നോക്കുമ്പോൾ ഫുൾ കഴിക്കേണ്ടതാണ്, പക്ഷേ ഞാൻ കഴിച്ചില്ല. ഇറങ്ങുന്നില്ല. കഴിക്കണമെന്നുണ്ട്, പക്ഷേ ഇറങ്ങുന്നില്ല. വിഷമമുണ്ട്, ഇപ്പം നല്ല വിഷമമുണ്ട്. എന്നിട്ട് ബില്ലെല്ലാം വന്നു, ബില്ലെല്ലാം പേ ചെയ്തു. ബില്ല് അത്യാവശ്യം കത്തിയായിട്ട് തോന്നി, എങ്കിലും കുഴപ്പമില്ല, നല്ല ഫുഡായിരുന്നില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നിട്ട് ഞങ്ങൾ ബൺ പൊറോട്ടയൊക്കെ അന്വേഷിച്ച് നടന്നു. ബൺ പൊറോട്ട കടകളൊന്നും തുറന്നിട്ടില്ല. അന്ന് പോയ കട ഏതാണെന്ന് ഒരു ഓർമ്മയില്ല കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ടുണ്ട്. ആ മാപ്പ് നോക്കി പോയപ്പോൾ ആ കടയല്ല, വേറെ ഏതോ കടയായിപ്പോയി. അപ്പോൾ ബൺ പൊറോട്ട കഴിക്കാൻ പറ്റില്ല. പരുത്തിപ്പാൽ അന്വേഷിച്ച് നടന്നപ്പോഴേക്കും പൊങ്കലായതുകൊണ്ട് പരുത്തിപ്പാലും ഇല്ല. 2 സാധനങ്ങളും കിട്ടിയിട്ടില്ല. ബൺ പൊറോട്ട നമ്മൾ ടേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചീമയ്ക്ക് സച്ചുവിനും വേണ്ടിയിട്ടാണ് ബൺ പൊറോട്ട നോക്കിയത്. പരുത്തിപ്പാൽ ഞാനും കുടിച്ചിട്ടില്ല. അപ്പോൾ എന്ന് കുടിച്ച് ടേസ്റ്റ് അറിയാമെന്ന് കരുതിയിട്ടാണ് പരുത്തിപ്പാൽ നോക്കിയത്. ആ സംഭവം ഉണ്ടായില്ല കേട്ടോ. പിന്നെ സച്ചു പറഞ്ഞെങ്കിൽ പിന്നെ ഒരു ജിഗർദണ്ഡ കുടിച്ചിട്ട് പോയാലോ. ഞാൻ പറഞ്ഞു ഓക്കെ, ജിഗർദണ്ഡ കുടിക്കാം. അങ്ങനെ നോക്കി നമ്മൾ മധുര ടൗൺ കഴിയാറായപ്പോഴാണ് നിറയെ ജിഗർദണ്ഡ കടയുണ്ടായിരുന്നു. പരുത്തിപ്പാൽ അന്വേഷിച്ച് വന്നതുകൊണ്ട് ജിഗർദണ്ഡ നോക്കിയില്ല. അത് കഴിഞ്ഞ് പരുത്തിപ്പാൽ കിട്ടില്ല എന്ന് മനസ്സിലായപ്പോൾ ജിഗർദണ്ഡ കുടിക്കാൻ എഴുതി നോക്കിയപ്പോൾ ഒരൊറ്റ കടയില്ല. അവസാനം ആ മധുരയെല്ലാം കഴിയാറായപ്പോഴേക്കും ഒരു ജിഗർദണ്ഡ ഷോപ്പ് കണ്ടു. അവിടെ കയറി ഓരോ ജിഗർദണ്ഡ കുടിച്ചു. നമ്മൾ ട്രിവാൻഡ്രത്തും കിട്ടുന്ന തന്നെയാണ്. ഞാൻ ഒരിക്കൽ മധുര മീനാക്ഷി അമ്മൻ കോവിലിൽ വന്നപ്പോൾ അവിടുത്തെ അതേ ടേസ്റ്റാണോ ഇവിടെയെന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുടിച്ചു നോക്കിയപ്പോൾ സെയിം ടേസ്റ്റൊക്കെ തന്നെയാണ്. അതേ സെയിം ബ്രാഞ്ചും തന്നെ കേട്ടോ, ഫേമസ് ജിഗർദണ്ഡ ആ ഷോപ്പിൽ തന്നെയാണ് കയറിയത്. അങ്ങനെ ഓരോ സ്പെഷ്യൽ ജിഗർദണ്ഡ പറഞ്ഞായിരുന്നു. നോർമൽ ജിഗർദണ്ഡ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് അയാൾ നല്ല ബിസിനസ് മൈൻഡുള്ള ആളാട്ടോ. ഈ നോർമൽ കൊള്ളത്തില്ല, നട്ട്സൊക്കെ ഇട്ടാൽ സൂപ്പറായി. നമ്മൾ പറഞ്ഞ നട്ട്സ് ഒന്നും വേണ്ട, എല്ലാം ഒരേ ടേസ്റ്റ് തന്നെ കേട്ടോ. അതുകൊണ്ട് പറഞ്ഞാൽ നട്ട്സ് ഒന്നും വേണ്ട, സാധാ മതി എന്ന് പറഞ്ഞിട്ട് പിന്നെ കരുതി സ്പെഷ്യൽ, അതിൽ ഐസ്ക്രീം കൂടി ആഡ് ആവും സ്പെഷ്യൽ ആകുമ്പോൾ. എങ്കിൽ പിന്നെ സ്പെഷ്യൽ ജിഗർദണ്ഡ പറയാമെന്ന് പറഞ്ഞിട്ട് സ്പെഷ്യൽ ജിഗർദണ്ഡ പറഞ്ഞു. അപ്പോൾ പുള്ളി വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് ചോദിക്കുകയാണ്, എന്താണ് യൂട്യൂബ് ചാനലാണ്, അപ്പോൾ എന്താ യൂട്യൂബിലിടാനാണോ? അതേ യൂട്യൂബിലിടാനാണ്, വെള്ളത്തിൽ നിന്ന് വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ജിഗർദണ്ഡ എടുക്കുന്ന സമയം സച്ചുവും ചീമയും കൂടി തൊട്ടടുത്ത സ്വീറ്റ് ഷോപ്പിൽ പോയിട്ട് അവരുടെ വീട്ടിൽ എന്തോ വാങ്ങാനായിട്ട് സ്വീറ്റ്സ് ഒക്കെ വാങ്ങാനായിട്ട് പോയി. സ്വീറ്റ്സോ എന്താ ചിപ്സോ അങ്ങനെയൊക്കെ ഇവിടെ നിറയെ പിന്നെ സ്നാക്സിൻ്റെ സ്വീറ്റ്സിൻ്റെയൊക്കെ ഷോപ്പാണല്ലോ. അതുകൊണ്ട് അവരെന്തോ വാങ്ങാൻ പോയി. ആ സമയം പുള്ളിക്കാരൻ ജിഗർദണ്ഡ എടുക്കുക കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജിഗർദണ്ഡ, പക്ഷേ കുറച്ച് സ്വീറ്റ്നെസ് കൂടുതലെന്നുള്ളൊരിതേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ ജിഗർദണ്ഡയിൽ കറക്റ്റ് സ്വീറ്റ്നെസ് ആയിരുന്നു കേട്ടോ, കറക്റ്റ് മധുരമായിരുന്നു. നമ്മുടെ ട്രിവാൻഡ്രത്ത് കിട്ടുന്നത് ഭയങ്കര മധുരമാണ്, പക്ഷേ ഇവിടുത്തെ ജിഗർദണ്ഡ കറക്റ്റ് സ്വീറ്റ്നെസ് ആയിരുന്നു. ടേസ്റ്റ് എല്ലാം സെയിം തന്നെയാണ്. അച്ഛന് ജിഗർദണ്ഡ ഒന്നും വേണ്ടാന്ന് പറഞ്ഞു. ഞാനും ഏട്ടനും ചീമയും സച്ചും കൂടി വാങ്ങി. ഏട്ടനും അങ്ങനെ കഴിക്കുന്നില്ല, ഇന്നിപ്പോൾ എന്താണെന്ന് അറിയില്ല, ഏട്ടൻ കഴിച്ചു കേട്ടോ. ജിഗർദണ്ഡ എല്ലാം കുടിക്കും, ജിഗർദണ്ഡ കുടിക്കും, ഭയങ്കര താല്പര്യമില്ല. അപ്പോൾ ഇന്നിപ്പോൾ ചൂടും ഒക്കെ ആയിട്ട് എല്ലാവരും തളർന്നിരിക്കുകയില്ല, അതുകൊണ്ടാവാൻ ജിഗർദണ്ഡയൊക്കെ കുടിച്ചു. എനിക്കും ഒരു ചീമ ജിഗർദണ്ഡ വാങ്ങിയിട്ട് കുടിച്ചില്ല. സാധാരണഗതിയിൽ ആ ജിഗർദണ്ഡ കൂടെ ഞാൻ കുടിക്കേണ്ടതാണ്, പക്ഷേ എന്തോ എനിക്ക് കുടിക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്തോ മൊത്തത്തിലൊരു വയ്യായികയായിപ്പോയി. അപ്പോൾ എന്തായാലും നമ്മുടെ ജല്ലിക്കെട്ട് വിശേഷം ഇനിയൊരു കുഞ്ഞു വീഡിയോ കൂടെ ഉണ്ടാവും. അതുകൂടെ കഴിഞ്ഞ ശേഷം നമുക്ക് ഈ ജല്ലിക്കെട്ടിൻ്റെ വിശേഷം നമുക്കിവിടെ നിർത്താം കേട്ടോ. അത് നാളെ ഞാൻ അപ്ലോഡ് ചെയ്യാം, ഇന്നിപ്പോൾ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല, ഇതിൻ്റെ കൂട്ടത്തിട്ട് ഭയങ്കര ലെങ്ത് കൂടെ ആയി പോവും.
എപ്പോഴും പറയും പോലെ ലെങ്ത് ആയി പോകും. അതുകൊണ്ടാണ് അതിനിപ്പോൾ നാളെ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി. ഈ വീഡിയോസ് എല്ലാം ഏട്ടൻ്റെ ഫോണിൽ കിടക്കായിരുന്നു കേട്ടോ. എനിക്ക് ഇപ്പോഴാണ് ഫോൺ കിട്ടിയത്, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ അപ്ലോഡ് ചെയ്തത്. അല്ലെങ്കിൽ ഇടയ്ക്ക് അപ്ലോഡ് ചെയ്തിട്ട് അതുകൂടെ ഇന്ന് അപ്ലോഡ് ചെയ്തെല്ലാം കൂടി ഒരുമിച്ച് ഇന്ന് കഴിയിക്കാം എന്നാണ് കരുതിയത്. പക്ഷേ ഫോൺ എൻ്റെ കയ്യിൽ ഇല്ലാണ്ടായിപ്പോയി. അതുകൊണ്ട് നമുക്ക് ജല്ലിക്കെട്ട് ബാക്കി വീട്ടിൽ വരെ എത്തുന്ന വിശേഷം നാളെ കണ്ട ശേഷം നമുക്ക് ജല്ലിക്കെട്ടിൻ്റെ വിശേഷം നിർത്താം. എത്ര വിശേഷമായല്ലേ, സോറി. അങ്ങനെ നമ്മൾ ജിഗർദണ്ഡ എല്ലാം കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ചീമ സച്ചോ അപ്പുറത്തെ സ്നാക്സ് വാങ്ങാൻ പോയിട്ട് ചീമ മൈസൂർ പാക്ക് എന്തോ വാങ്ങിച്ചിട്ട് വരിക കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയിട്ട് കൊള്ളത്തില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമായിരുന്നു. വേണമെന്ന് ചോദിച്ചു. നമുക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന ഒരു പീസ് എന്തോ വാങ്ങിയിട്ട് എനിക്ക് വേണം, ഞാൻ കഴിക്കുന്ന ആളാണ്, പക്ഷേ എനിക്ക് വേണ്ട, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. എങ്ങനെയൊക്കെ ഒരു ജിഗർദണ്ഡ കുടിച്ചു. സച്ചുവും ചീമയും കൂടി കുടിക്കുകയാണ്. ചീമ വേണ്ടാന്ന് പറഞ്ഞ് വെച്ച് നീട്ടി. ചീമയുടെ ഇത് പിന്നെ സച്ചു കുടിച്ചായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ ഞാൻ കുടിച്ചാണ് സാധാരണഗതിയിൽ, പക്ഷേ എന്തോ പറ്റുന്നില്ല. ഈ പക്കോടയും ഈ മിക്സ്ചറും കുറേ സ്വീറ്റ്സും എല്ലാം കൂടി 200 രൂപയുള്ളൂ എന്ന് പറഞ്ഞിട്ട് അത് നല്ലൊരു ഇതായിട്ട് തോന്നി. അല്ലെങ്കിൽ ഇങ്ങോട്ടൊക്കെ സ്വീറ്റ്സും സ്നാക്സും ഒക്കെ വാങ്ങാൻ കുറച്ച് ലാഭമാണ്, കുറച്ച് ഇതായിട്ട് കിട്ടും. ഞാനൊന്നും വാങ്ങിയില്ല. അവിടെ വേദയ്ക്കൊന്നും ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല. അതുകൊണ്ട് പിന്നെ നമ്മളൊന്നും വാങ്ങിയില്ല. അങ്ങനെ പരുത്തിപ്പാലും കിട്ടിയില്ല, ബൺപൊറോട്ടയും കിട്ടിയില്ല. ജിഗർദണ്ഡയും കുടിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും യാത്ര തുടരുകയാണ്. അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛന് ജിഗർദണ്ഡ വേണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടി ജിഗർദണ്ഡ എല്ലാം കുടിച്ച ശേഷം വീണ്ടും യാത്ര തുടരുകയാണ്. അടുത്തിനി ഞങ്ങൾ തിരുനെൽവേലി ഹൽവ വാങ്ങാനായിട്ട് പോയിട്ടോ. അപ്പോൾ ആ വിശേഷവും കാര്യമെല്ലാം പുറകെ വരുന്നതായിരിക്കും. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നാളെ കൊണ്ട് നമുക്ക് ജല്ലിക്കെട്ട് വിശേഷം തീർക്കാം. കാണാൻ താല്പര്യമുള്ളവർ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.